السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ചും ജനങ്ങളോട് മൊത്തത്തിലുള്ള ബാധ്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമിൻ്റെ ആളുകളെ ബഹുമാനിക്കണം, ഇൽമിൻ്റെ വസ്തുക്കളെ ബഹുമാനിക്കണം, കിതാബുകളെ ബഹുമാനിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. ووقر العلم وعلم شأنه واجتنب الفسق فذاك شانه എന്നാണ്. അപ്പോൾ ഇത് പാടുമ്പോൾ എങ്ങനെ പാടാം? ووقر العلم وعلم شأنه واجتنب الفسق فذاك شانه എന്ന് പാടാം. ഓക്കെ. വവക്കിർ, നീ ആദരിക്കുക. വക്കറ യുവക്കിർ വക്കീർ ഫഇൽ എന്നുള്ളതാണ്. അപ്പോൾ നീ ആദരിക്കുക, നീ വന്ദിക്കുക എന്നർത്ഥം. അൽ ഇൽമ, ഇൽമിനെ നീ ആദരിക്കുക, ഇൽമിനെ നീ ആദരിക്കുക. വഅല്ലിം, നീ ബഹുമാനിക്കുകയും ചെയ്യുക. വഅല്ലിം, നീ ബഹുമാനമായി കാണുക. ഷഅ്നഹു, ആ ഇൽമിൻ്റെ കാര്യത്തെ, ഷഅ്നഹു ഇൽമിൻ്റെ കാര്യത്തെ നീ ബഹുമാനിക്കുകയും ചെയ്യുക. ഓക്കെ. ഷഅ്ന് എന്ന കാര്യം, സ്ഥിതി എന്നർത്ഥം. അപ്പോൾ ഇൽമിൻ്റെ കാര്യത്തെ നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം. വജ്തനിബിൽ ഫിസ്ഖ, ഇജ്തനിബ്, നിങ്ങൾ വെടിയണം. ഇജ്തനിബ്, നീ വെടിയുക എന്നർത്ഥം, നീ ദൂരെയാക്കുക. ഇജ്തനിബ്, നീ വെടിയുക. അൽ ഫിസ്ഖ, തെമ്മാടിത്തരത്തെ നീ വെടിയുക. ഫിസ്ക് പറഞ്ഞാൽ ദുർനടപടി അല്ലെങ്കിൽ തെമ്മാടിത്തരം, മോശമായതെന്നൊക്കെ അർത്ഥത്തിൽ നിൽക്കണം. അപ്പോൾ തെമ്മാടിത്തത്തെ നിങ്ങൾ വെടിയുക. ഫദാക്ക, കാരണം അത്, ഈ തെമ്മാടിത്തരം, ഫദാക്ക കാരണം, ആ തെമ്മാടിത്തരമാകുന്നത്, ഷാനഹു, ആ ഇൽമിനെ അത് വികൃതമാക്കുന്നതാണ്, മോശമാക്കുന്നതാണ്. ഷാന ഷെയ്ൻ എന്ന് പറയും. വികൃതമാക്കുക, മോശമാക്കുക, അപമാനിക്കുക എന്നർത്ഥം. ഫിസ്ക് എന്നുള്ളത് ഇൽമിനെ അപമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഫിസ്കിനെ നിങ്ങൾ വെടിയണം. ഇൽമിനെയും ഇൽമിൻ്റെ കാര്യത്തെയും നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് ഈ വരികൾ നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലായി പറയുമ്പോൾ ഇൽമിനെ നീ ആദരിക്കുകയും അതിൻ്റെ കാര്യത്തെ നീ വലുതായി ബഹുമാനിക്കുകയും ചെയ്യണം. ദുർനടപടിയെ, തെറ്റിനെ നീ ഉപേക്ഷിക്കുകയും ചെയ്യുക. കാരണം ദുർനടപടി, തെറ്റുകൾ എന്നുള്ളത്, ഫിസ്കുകൾ എന്നുള്ളത് ഇൽമിനെ അപമാനത്തിലാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഈ ഫിസ്ക് വെടിയണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്. കാരണം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉസ്താദായ വഖീ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ അവിടുന്ന് ഉസ്താദ് മറുപടി, ഷാഫി ഇമാമിൻ്റെ ഉസ്താദായ വക്കീ എന്ന ഉസ്താദ് മറുപടി ഷാഫി ഇമാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നത് ഷാഫി ഇമാം തന്നെ ഒരു ബൈത്തായി പറയുന്നുണ്ട്. ഷഖൗതു ഇലാ വഖീൻ സുഹ ഇഫ്ലി ഫഅർഷദനി ഇലാ തർക്കിൽ മആസി എന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, ഷാഫി ഇമാം പറയാണ്, ഞാൻ എൻ്റെ ഉസ്താദിനോട് പരാതി ബോധ്യപ്പെട്ടു, എനിക്കൊന്നും ഹിഫ്ളില്ല, എനിക്കൊന്നും മനഃപ്പാടമാകുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പരാതിപ്പെട്ടപ്പോൾ ഉസ്താദ് വർഷദനി ഇലാ തർക്കിൽ മആസി, എന്നോട് കൽപ്പിച്ചു, എന്നോട് ഉപദേശിച്ചു, ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ഒഴിവാക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് എന്നോട് ഉപദേശിച്ചത്. എന്നിട്ടോ ഔസാനി ബി അന്നൽ ഇൽമ നൂറു വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, എന്നിട്ട് ഷാഫി ഇമാമിന് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ഷാഫി ഇമാം പറയാണ്, ഔസാനി എന്നോട് എന്നിട്ട് നിർദ്ദേശം നൽകി, എന്നെ ഉപദേശിച്ചു പറയണെന്ത്, ബി അന്നൽ ഇൽമ നൂറു, ഇൽമി എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, തെറ്റുകാർക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം നൽകപ്പെടുകയില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഫിസ്ക് ഒഴിവാക്കാതെ, തെമ്മാടിത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ പഠിച്ചാൽ അത് യഥാർത്ഥ പഠനമാവുകയില്ല, അത് താൽക്കാലിക പഠനം മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് കഴിവിൻ്റെ പരമാവധി എല്ലാ കറാഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ച് സുന്നത്തുകൾ അധികരിപ്പിച്ച് തെറ്റുകൾ ഒഴിവാക്കുക. ഈ ഫിസ്ക് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാന പോയിൻ്റാണ് ഇൽമ് മനസ്സിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ. മഹാനായ ഷാഫി ഇമാം തന്നെ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു ഹുറുൻ, ഇൽമ് എന്നുള്ളത് സ്വതന്ത്രനാണ്. വസ്വാഹിബുൽ ഇൽമി അബ്ദുൻ, ഇൽമുള്ളവനോ അത് അടിമയുമാണ്. മനസ്സിലാക്കേണ്ടതാണ്. വൈൻ ഖദമൽ ഇൽമ, ഇൽമിനെ ആ അടിമ സേവിച്ചാൽ, അഥവാ ഇൽമിനിക്ക് സേവനം ചെയ്താൽ, മലക്കഹു, അവനിക്ക് ഇൽമ് കിട്ടും. അപ്പോൾ ഇൽമിനെ ആദരിക്കേണ്ട പോലെ ആദരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൽമ് മനസ്സിലേക്ക് വരും. ഇനി നേരെ മറിച്ച് വൈൻ തകബ്ബറ, അവൻ അഹങ്കാരിയായി ഇൽമിനെ കാര്യമാക്കാതെ അവൻ അഹങ്കാരിയായി നടന്നാലോ, ഫൽ ഇൽമു അശദ്ദു തകബ്ബറ,
ഇൽമ അവനെ തൊട്ട് അഹങ്കരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സിലേക്ക് ഇൽമ കയറുകയേയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞാണ്. അതുപോലെ തന്നെ മറ്റൊരു മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, അലിൽമു ഹർബുൽ ലിൽ ഫതൽ മുതആലി കസൈലി ഹർബുൽ ലിൽ മക്കാനിൽ ആലി എന്ന് പറയുന്നുണ്ട്. അഥവാ ഒഴുകുന്ന വെള്ളം, അഥവാ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരികയാണല്ലോ, അത് ഉയർന്ന സ്ഥലത്തിൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളത്തിനൊക്കെ മുകളിലേക്ക് പോകൽ പ്രയാസമാണല്ലോ. അതുപോലെയാണ് ഒരു അഹങ്കാരമുള്ളവനും ഇൽമും തമ്മിലുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഹങ്കാരമുള്ളവൻക്ക് എന്തുണ്ടാവില്ല, ഇൽമ ശത്രുവാണ്. അഹങ്കാരിയെ തൊട്ട് ഇൽമ എന്തായിരിക്കും, ശത്രുവായിരിക്കും. അതുപോലെ എന്താണ്, വെള്ളം എന്തിനെ പോലെ, ഒഴുകുന്ന വെള്ളം ഉയർന്ന സ്ഥലത്തിന് ശത്രുവായതുപോലെ. അതിന് വിശദീകരിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ പണ്ഡിതന്മാർ ഇതിൻ്റെയൊക്കെ ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഒരുപാട് വിഷയങ്ങൾ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷയങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൽമിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നും, കാരണം ഇൽമ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇൽമെ ബഹുമാനിക്കുന്നതിൽ പെട്ടെന്ന് ഇൽമ തേടി പോകണം എന്നുള്ളതാണ്. ഇൽമ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ ഇൽമ പഠിക്കാൻ വേണ്ടി പോകണം, അല്ലാതെ എന്തല്ല വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ഉസ്താദ് പോവുക എന്നുള്ള സിസ്റ്റമല്ല എന്ത് ഇസ്ലാമിൽ കൽപ്പിക്കുന്നത്. കാരണം അതിനൊക്കെ തെളിവുണ്ട്. മഹാനായ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയാം. ഹാറൂൺ റഷീദ് എന്ന ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ മക്കളെ അമീനും മഅ്മൂനെ പഠിപ്പിക്കാൻ വേണ്ടി, മുവത്ത പഠിപ്പിക്കാൻ വേണ്ടി മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. രാജാവ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മാലിക് അനസ് റളിയല്ലാഹു അൻഹു ഒരു മറുപടി പറഞ്ഞു, അല്ലിൽമു യുഅ്ത വലാ യഅതി. ഇൽമ അത് നൽകപ്പെടുകയാണ്, അത് വരികയാണ്. അഥവാ എന്ത് ചെയ്യണം, അല്ലിൽമു യുഅ്ത, ഇൽമിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം, അല്ലാതെ ആ ഇൽമ ഇങ്ങോട്ട് വരികയില്ല എന്ന് ഹാറൂൺ റഷീദിനോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇൽമിൻ്റെ അദബിൽപ്പെട്ടതാണ് എന്ത്, ഇൽമ തേടിപ്പോവുക എന്നുള്ളത്. ഓക്കെ, എന്താണ് അതിൻ്റെ അദബ് എന്ന് പറയുമ്പോൾ, കിതാബിനെ ബഹുമാനിക്കുക, അശുദ്ധിയോടെ കിതാബുകൾ എടുക്കാതിരിക്കുക, പഠിക്കുമ്പോൾ നല്ല നിയത്ത് വെക്കുക, തുടങ്ങിയ ഒരുപാട് മര്യാദകളുണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഏതായാലും വവഖിരിൽ ഇൽമ എന്നുള്ളത് ഇവിടെ തൗഖീർ, വഖർ തൗഖീർ എന്നുള്ളതിൻ്റെ അതിൽ നിന്ന് അമ്രാണ് വഖീർ എന്നുള്ളത് കേട്ടോ. അല്ല ഇൽമ അതിൻ്റെ മഫൂലായിട്ട്, വഅല്ലിം എന്നുള്ളത് അല്ലമി അല്ലിം എന്നുള്ളത് അതിൻ്റെ അമ്ര്, ഷഅ്നഹു എന്നുള്ളത് അതിന് മഫൂലായിട്ട്, ഷഅ്ന എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്നർത്ഥം. പിന്നെ ജിത്തേനിബിൽ ഫിസ്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്ഉദ് അനിൽ ഫിസ്കി വത്രുക്കുഹു എന്നാണ്. നീ എന്ത് ചെയ്യുക, ഫിസ്കിനെ തൊട്ട് വിദൂരത്താവുക, എന്നിട്ട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. എന്താണ് ഫിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഇസിയാൻ, അങ്ങനെ തിന്മകൾ എന്നർത്ഥം. വല്ല ഹുറൂജ് അനിൽ ഹഖ്, സത്യത്തെ തൊട്ടും തെറ്റുക, സത്യത്തിൽ നിന്നും തെറ്റലൊക്കെ എന്താണ്, ഫിസ്കാണ്. അതിൽ ചെറിയ തെറ്റുകളായി വലിയ തെറ്റുകൾ, വലിയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ കബായിർ ഉണ്ടാവും, വലിയ തെറ്റുകൾ, സബൽ മോബിക്കാത്ത പോലെ തെറ്റുകൾ, അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വല്ല ഇസ്റാർ അലസ, അതുപോലെ തന്നെ അത് ചെറിയ തെറ്റുകളുടെ മേൽ സ്ഥിരപ്പെടുക, അഥവാ കറാഹത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് എന്താണ്, വലിയൊരു ഫിസ്ക് തന്നെയാണ്. അതൊക്കെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവിടെ ഫദാക്ക എന്ന് പറഞ്ഞല്ലോ, ഫദാക്ക എന്നുള്ളത് ഇവിടെ അതിൻ്റെ കാരണമാകുന്നതെന്ന് അർത്ഥത്തിൽ എനിക്ക് വന്ന കേട്ടോ. തേലീൽ എന്ന് പറയും. ഷാന എന്നുള്ളതോ, ഷാന എന്നുള്ളത് ഫീല് മാലിയാണ്. ഓക്കെ, ഷാന ഫാല എന്ന് പറഞ്ഞാൽ ഷാന എന്ന് പറഞ്ഞാൽ ഹു എന്നുള്ളത് മഫൂൽ കേട്ടോ. ആ ഇൽമിനെ അത് മോശമാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന അവസരത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടുന്നൊരു വിഷയത്തിൽപ്പെട്ടതായിരുന്നു എന്ത്, മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത ഇൽമ അള്ളാഹു എനിക്ക് നൽകല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നല്ല നിയത്തോടു കൂടി പഠിക്കാൻ എല്ലാവരും മുന്നിട്ട് വരിക. ഇത്രയും കാര്യമാണ് ഈ 2 ബൈത്തിലായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ മനസ്സിലാക്കുക. സംശയം ചോദിക്കുക. അസ്സലാമു അലൈക്കും.